ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദക്ഷാസ് വണ്ടർലാൻഡ്. അപ്പോൾ ഇന്നൊരു ചെറിയ മിനി ട്രാവൽ വ്ളോഗാണ്. സൺഡേ നമ്മൾ മലപ്പുറവും പാലക്കാടും ഒക്കെ 2 ഡിസ്ട്രിക്റ്റ് ടച്ച് ചെയ്ത് വന്ന ഒരു 1 ഡേ ചെറിയൊരു ട്രിപ്പ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ പോവുകയാണ് കേട്ടോ. നമ്മൾ മലപ്പുറത്തേക്കാണ് ജേണി. മുക്കം വഴി ഇതാ നമ്മൾ മുക്കത്തൂടെ പോവുകയാണ്. ഇരുവഴഞ്ഞിപ്പുഴയൊക്കെ കാണാം. അങ്ങനെ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. പോകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. കാര്യം വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിൻ്റെ ആ ഒരു മൂഡ് ചേഞ്ചാണ് അവൾക്ക്, ദക്ഷയ്ക്ക്. അങ്ങനെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് കാണുന്നത്, ബോൾ ഗ്രേപ്സിൻ്റെ 20 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മഞ്ചേരി വഴിയാണ് പോണത്. നല്ല റോഡ് വളരെ മോശമായിരുന്നു, കുണ്ടും കുഴികളൊക്കെ ആയിട്ട്. ദക്ഷയ്ക്ക് ബാക്കിലൊരു തലവേദന കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങും കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് പ്രത്യേകിച്ച് നല്ല നല്ല സോങ്സ് പ്ലേ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ഇത് വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്ലിപ്പിങ്സ് എടുത്താണ് കേട്ടോ ഇത്. ഉണ്ടോ ഇവിടെ എല്ലാം നല്ല ഷേക്കാവുന്നത് നിങ്ങൾക്ക് കാണാം. നന്നായിട്ട് കുണ്ടും കുഴികളും തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കേരളമാണല്ലോ. അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടോ, ഇതിൻ്റെ മുന്നേ ഇതേപോലെ ഒരു കല്ല് വീണിട്ട് ഒരാൾ മരിച്ച സംഭവം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അവർ ഒരു സേഫ്റ്റിയും ഇല്ലാതെയാണ് അത് കൊണ്ടുപോകണത്. അങ്ങനെ അത് ഷൂട്ട് ചെയ്താണ്. അങ്ങനെ നമ്മൾ വിചാരിക്കാതെ നേരത്തെ എത്തിയപ്പോൾ എന്നാ കരുതി തിരുമാതാംകുന്നിൽ കയറിയിട്ട് പോകാമെന്ന്. അങ്ങനെ തിരുമാതാംകുന്നിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ അമ്മുമ്മേൻ്റെ വീട്. അപ്പോൾ ഇന്ന്, അതായത് സൺഡേ, അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് സൈഡിലേക്കൊന്നും ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല കേട്ടോ. അവിടെ കതിര് കൊടുക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അതായത് അവരുടെ ഒരു ഇത് നല്ല തിരക്കുണ്ടായിരുന്നു. ആ ദേശത്തുള്ള ഒരുവിധം എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നെല്ല് അമ്പലത്തിൽ നിന്ന് പൂജിച്ചിട്ടുള്ളത് കിട്ടും. അപ്പോൾ അത് നമ്മൾ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഡോറിലൊക്കെ വെക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. അങ്ങനെ നിന്നപ്പോഴാണ് നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് നേരം വരിക്ക് നിന്നിട്ടാണ് കയറിയത്. അപ്പോൾ വരിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ ചെറിയ വീഡിയോ എടുത്താണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ദർശനം ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാനും ദക്ഷയും കുറച്ച് ടൈം പോസ്റ്റായിരുന്നു. അവർ വഴിപാട് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ എടുത്ത പിക്കാണ്. പിന്നെ കണ്ണേട്ടൻ വീഡിയോ സെൽഫി ആണെന്നും കരുതിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയത്. നോക്കുമ്പോൾ വീഡിയോ ആയിരുന്നു. അവളെ എത്ര വിളിച്ചാലും അവൾ വരില്ല കേട്ടോ. ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ഇന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇപ്പോഴും വരി തന്നെയാണ്. നമ്മൾ തൊഴുതിറങ്ങുമ്പോൾ തന്നെ ഏകദേശം എന്തായാലും 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പോസ്റ്റായപ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ നിറക്കതിര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദേവസ്ഥത്തിൻ്റെ അവിടെ പോയിട്ട് ഷീറ്റാക്കണം. അങ്ങനെ റെസിപ്റ്റ് കിട്ടി നമ്മളിവിടെ കൊടുത്ത് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെല്ലും അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല അത് കിട്ടും. അതങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു നടക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് നല്ല പായസത്തിൻ്റെ സ്മെല്ല് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നോക്കുമ്പം ഇവരുടെ അറിയുന്ന ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ട സമയത്ത് അവർ നമുക്ക് ഉണ്ണിയപ്പവും അവിടുത്തെ ഇലയുടെയും പായസവും ഒക്കെ തന്നു കേട്ടോ. പിന്നെ താഴെ, അതായത് അവിടേക്കാണ് കുളമെല്ലാം വരുന്നത്. അപ്പം ആ ഒരു വ്യൂവും കൂടെ എടുത്തതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 10 മണി 10:30 ആവാൻ നേരത്തും നിറയെ തിരക്ക് തന്നെയായിരുന്നു. പിന്നെ അന്ന് അവിടെ മംഗല്യപൂജേൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു. പിന്നെ തിരുമാതാംകുന്ന് അമ്മയ്ക്ക് മംഗല്യപൂജ വളരെ പ്രധാനമാണ് കേട്ടോ. കല്യാണം റെഡി ആവാത്തവർ മംഗല്യപൂജ ചെയ്താൽ 3ാമത്തെ എങ്ങാനും ഇതാകുമ്പോഴേക്കും റെഡി ആവും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് നല്ലൊരു ഹോട്ടൽ കണ്ടത്. അപ്പോൾ അവിടെ കയറി. അവിടെ നെയ്ച്ചോറും ഈ ചിക്കൻ പൊള്ളിച്ചതുമായിരുന്നു. പിന്നെ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തപ്പോൾ അവളുടെ എക്സ്പ്രഷനാണത്. പിന്നെ നേരെ നമ്മൾ മലപ്പുറം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്.
അപ്പോൾ പാലക്കാടേക്കുള്ള യാത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാട് ചുരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പാലക്കാട് ചുരമാണെന്നും പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് ഉള്ള ചുരമാണ് മണ്ണാർക്കാട് ചുരം. പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴികളെല്ലാം കാണുമ്പോൾ സെയിമായിട്ട് തോന്നും. അപ്പോൾ കണ്ണായിട്ട് ചേച്ചിയുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ചേച്ചീൻ്റെ വീട് പാലക്കാടാണ്, മലമ്പുഴ റോഡിലാണത്. കണ്ടോ, ഡയറക്റ്റ് പോകുന്നത് മലമ്പുഴയ്ക്കാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വയലിൻ്റെ നടുവിലായിട്ടാണ് വീട്. ഒരു മിനി സൂല് പോയൊരു എഫക്റ്റാണ്. നമുക്ക് ഒരുവിധം അല്ലാതെ മയിലിനെയാണ് ഞാനിപ്പോൾ സൂം ചെയ്തത്. കണ്ടോ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മയിലാണ് ഉണ്ടാവുക. എന്താ വൈകുന്നേരം ആയപ്പോൾ വന്നൊരു മയിലാണ് ഇത് കേട്ടോ. നല്ല പീലി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോഴേക്കും അത് ഓടും. നിറയെ മയിലുണ്ട്, പശുക്കൾ, പിന്നെ കൊക്ക്. നമ്മുടെ സാധാരണ ഒരു കൊക്കല്ല കേട്ടോ, ദേശാടന പക്ഷി പോലെയൊക്കെ തോന്നി. അപ്പോൾ ദാ മയിലിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഞാൻ. കുറച്ച് നേരം മയിലിനെ എല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു. നല്ല പീലി ഉണ്ടായിരുന്നു മയിലിന്. പിന്നെ നല്ല വെയിലായിരുന്നു, പാലക്കാട് വെയിൽ, നല്ല വെയിലാണ്. ഞങ്ങൾ തിരിച്ചൊരു 6:30 ആകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്കും നമ്മൾ വീണ്ടും ഇതാണ് കേട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് വരുമ്പോൾ വീണ്ടും അങ്ങാടിപ്പുറം കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ എടുക്കുകയാണ്. ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പിന്നെ ബാക്കിലൊരു തലയണ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദക്ഷ അവിടെ ഫ്ലാറ്റാണ്, അവിടെ കിടക്കും. കണ്ടോ, അവളവിടെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ റാവുത്തർ ബിരിയാണി ഇതുപോലെ ഇപ്പം കുറേ ട്രെൻഡിങ് ആയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു റാവുത്തർ ബിരിയാണീൻ്റെ ഇത് കണ്ടത്. അപ്പോൾ അവിടെ നിർത്തി വാങ്ങി. അപ്പം അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. പിന്നെ അപ്പം നല്ല സ്മെല്ലുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയിട്ട് ഇനി എങ്ങനെ ഉണ്ട് നോക്കാമെന്ന് പറഞ്ഞു. സൈഡാക്കിയിട്ട് കഴിച്ചു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നമ്മുടെ കുഷ്ക ഉണ്ടല്ലോ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് എനിക്ക്. പിന്നെ ഓവർ മസാല ഉള്ള ബിരിയാണി ഇഷ്ടമല്ല. അവർ രണ്ടുപേരും ചെറുതായിട്ട് കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പെരിന്തൽമണ്ണ എത്തി. ഒരു 9 മണി 9:30 ആവാറാകുമ്പോൾ പെരിന്തൽമണ്ണ എത്തിയായിരുന്നു. അങ്ങനെ ഈ ബാരിസ്റ്റ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കയറിയത്. സത്യം പറയുമല്ലോ, ഈ കുറേ കാലത്തിന് ശേഷം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫുഡായിട്ട് ഫീൽ ചെയ്തു. അതായത് മന്തിയെല്ലാം ഒരു അറബിക് ടച്ചായിരുന്നു അവരുടെ ഗ്രില്ലായിക്കോട്ടെ. പിന്നെ ഞാനും ദക്ഷയും കൂടെ മന്തിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ വാങ്ങിയിട്ടുള്ളത് ഷവർമയായിരുന്നു. അപ്പം നമ്മുടെ മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഷവർമയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അവരുടെ മയോണൈസ് ആയിക്കോട്ടെ, അതിൻ്റെ കൂടെയുള്ള ചട്നി ആയിക്കോട്ടെ, എല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു അറബിക് ടച്ചായിരുന്നു. ഷവർമയും ഇതുപോലെ കുറേ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ, ചിക്കനും ഉണ്ട് എന്നാൽ ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ ഒരു ഫ്രഷായിട്ട് ഒരു ഫ്രഷ് മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കഴിച്ചിറങ്ങിയപ്പോഴാണ് ഫ്രീസറിൽ കിടക്കുന്ന മീനിനെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. എല്ലാം റെഡ് കാറുകളായിരുന്നു. അതിലേതാണ് കാറൊന്നും തപ്പി നടക്കുകയാണ് ദക്ഷ. പിന്നെ അതിൽ കയറാൻ പറഞ്ഞു. അവൾ കയറി കഴിഞ്ഞാൽ അവൾ ആ തലയണയിൽ കയറി കിടന്നുറങ്ങും. നമ്മളിവിടുന്ന് നേരെ തറവാട്ടിലേക്കായിരുന്നു കേട്ടോ പോയത്. അവിടെ നിന്ന് ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങി. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 12:30 വീടെത്തുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. വീണ്ടും കാണാം. ബായ്.